ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ കുഴപ്പമുണ്ട്. ഫ്ലാഷ് ബാക്ക്. നിങ്ങളല്ലേ പറഞ്ഞത് 3 പേരും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞേ അവരുടെ അമ്പലം അവിടെ. അതെന്താ നിങ്ങൾക്ക് ആദ്യം അറിയാത്തത്? ഏത് നബിയാണ് ആദ്യം വന്നത്? ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും പറയണ്ട. സുലൈമാൻ അലൈഹിസ്സലാം. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഇടയ്ക്ക് വേറെ ആരുമില്ലേ? അല്ലുണ്ട്, കുറെ പേരുണ്ട്. അത് 2 പേര് പേര് പറയൂ, പ്രധാനപ്പെട്ട. പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. എന്താ പറയാൻ പറ്റാത്ത? മൂസാ നബീനെ കുറിച്ച് നിങ്ങൾ മിണ്ടില്ലേ? മൂസാ നബി. യെസ്. എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ്. എവിടെ നിന്ന് കിട്ടി ഇതിനെ? യെസ്. അപ്പൊ മൂസാ നബിയുടെ ആൾക്കാരാരാണ്? എല്ലാരും അള്ളാനല്ലേ വർഷിപ്പ് ചെയ്തത്. അത് നിങ്ങൾ പറയുന്നത്, അവരതല്ലല്ലോ പറയുന്നത്. ഒന്നും പണയല്ലേ. അവര് പിന്നെ എന്തിനാണ് വർഷിപ്പ് ചെയ്തത്? അവര് യഹോവ, അള്ളാഹു എന്ന് പറയുന്നത് അവിടെ ഒരു പാഗൻ ദൈവമാണ്. 3 പെൺമക്കളുള്ള ഒരു പാഗൻ ദൈവം അള്ളാഹു. പറയട്ടെ അങ്ങോട്ട്, എന്നെ കല്യാണം കഴിച്ചതാണെന്നും ഇനി വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്നും പറയട്ടാ. ഈ നിൽക്കുന്ന കൊച്ചുങ്ങളെ നമ്മുടെയാണെന്ന് അങ്ങോട്ട് പറയട്ടാ. അമ്മേ, അതെവിടെ പറഞ്ഞിട്ടുണ്ട്? ഖുറാനിലുണ്ടല്ലോ. ഖുറാനില് എഴുതി വെച്ച കാര്യം ഞാൻ ചോദിക്കുന്നത്. നിങ്ങളാണല്ലോ ഖുറാന്റെ ആള്, അപ്പൊ നിങ്ങൾ പറയും. മുഹമ്മദ് നബി വന്ന് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോ ഖുറൈശികൾ എന്താണ് മുഹമ്മദ് നബിയോട് പറഞ്ഞത്? ആ എണ്ണം കേട്ട നായിന്റെ മോന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി, പിഴച്ചു എന്ന് കരുതുന്ന നാട്ടുകാര്. എന്താ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞേ. അള്ളാഹുവിന് 3 പെൺമക്കളുണ്ട് എന്നുള്ള കാര്യം ഖുറൈശികൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 3 പെൺമക്കളുള്ള അള്ളാഹുവിനെ ആരാധിക്കാനാണോ ഞങ്ങളോട് പറയുന്നതെന്നാണ് ചോദിച്ചത്. അറിയോ? ഇല്ല സാർ, അങ്ങനൊന്നും ഇല്ലല്ലോ. ഖുറാൻ വായിച്ചിട്ടില്ല, അതാണ്. ഖുറാൻ എടുത്ത് വായിക്കും. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഖുറാൻ എടുത്ത് വായിക്കൂ. നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റാത്ത പലതും ഖുറാനിലുണ്ട്. അടിമയെ പൂശാൻ പറയുന്ന ഖുറാനിലുണ്ട്. നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റും. അതെ, നമ്മളിപ്പോ ശിവന്റെ മക്കളുടെ പേരെന്താ? കോൺട്രഡിക്ഷൻസ് അല്ലേ ഉള്ളൂ ഇസ്ലാം മൊത്തം. അപ്പൊ അങ്ങനെ വന്നിട്ട് മുഹമ്മദ് നബി ഇന്ന് പിക്ക് ചെയ്യുന്നത് ശിവനെയാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലാ ശിവ എന്ന് മുഹമ്മദ് നബി പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അവിടെ ഹിന്ദുക്കൾ ചോദിക്കുകയാണ്, ഗണപതിയുടെ സുബ്രഹ്മണ്യന്റെ വാപ്പാനെ കുറിച്ചാണോ പറയണത് എന്ന് ചോദിക്കും. അപ്പോ മുഹമ്മദ് നബി അള്ളാഹു പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അവിടെ ഫേക്ക് ഐഡിയിൽ ഒരു ആയത്ത് അങ്ങോട്ട് ഇറക്കും. ശിവൻ പറഞ്ഞു എന്നും പറഞ്ഞു. മുഹമ്മദ് നബിക്ക് അങ്ങനെ കമാൻഡ്മെന്റ് ഇറക്കാൻ പറ്റൂല. കമാൻഡ്മെന്റ് ഇറക്കാലോ? ഇല്ല. ശരീരം ദാനം ചെയ്യാൻ വന്ന പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് അള്ളാഹു എന്താ പറഞ്ഞ? എനിക്കറിയില്ല. എല്ലാം വന്നത് ശരീരം ദാനം ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീകളെ മുഹമ്മദ് നബി എന്താ ചെയ്തത്? അതെ, രാത്രി എല്ലാരും ഉറങ്ങിയിട്ട് ഞാൻ വരാം, നമുക്ക് ഇവിടെ ഇരുന്ന് വെളുക്ക വേഷ കളിക്കാം. അങ്കിൾ, അത് അങ്കിൾ ചേട്ടൻ എന്ത് വേണി വിളിച്ചില്ല, കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അതെ അതെ അതെ, ശരീരം ദാനം ചെയ്യാൻ വേണ്ടിട്ട് പെണ്ണുങ്ങൾ വന്നു. ഓക്കെ, അപ്പോ ആയിഷയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ പഴയതെല്ലാം മറന്നില്ലേ? പഴയതൊക്കെ ഓർത്ത് എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണേ കൗസു? പുതിയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ഹരം കൊള്ളുകയല്ലേ വേണ്ടത്. അപ്പൊ ഉടനെ അള്ളാഹു ആയത്തിറക്കാണ്, നീ പൂശിക്കോ എന്ന് പറഞ്ഞിട്ട്. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ആയിഷ തിരിച്ച് മുഹമ്മദ് നബിയോട് ചോദിക്കണം, എന്താണെന്നറിയോ? നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം തന്നെയാണ് ചോദിച്ചത്. നിങ്ങൾക്ക് പെണ്ണുകൂട്ടി തരാൻ അള്ളാഹുവിന് എന്ത് തിടുക്കമാണ് എന്ന് മുഹമ്മദ് നബിയുടെ മുഖത്ത് നോക്കി ചോദിച്ച ആളുടെ പേര് എന്താണ്? എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സക്കീർ ഭായി. നിങ്ങൾക്ക് എന്താ പറ്റുമോ? കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? എന്താന്ന് പറയൂ? നിങ്ങൾക്ക് അറിയില്ല, അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയില്ല ഇസ്ലാം. ABCD അലിഫ് ബാത്ത നിങ്ങൾക്ക് അറിയില്ല. പോയി പഠിക്കും. ഓക്കെ, എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് നിങ്ങൾ എന്തിനാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് പറയണത്? ഞാൻ എന്താ സപ്പോർട്ട് ചെയ്തത്? എന്റെ ദൈവമേ, ഫ്ലാഗ് ബിഹൈൻഡ് യു ഉണ്ടാവുമല്ലോ. വൈ ഇസ്രായേലിന് മാത്രമേ ഫ്ലാഗ് ഉള്ളൂ, അതുകൊണ്ട്. വായിക്കാത്ത കയറി ഇവിടെ വെച്ചാലേ ശരിയാവും. ഇന്ത്യയുടെ ഫ്ലാഗ് അവിടെ ഉണ്ടല്ലോ, കണ്ടില്ലേ? അതാണ്. അപ്പൊ ഇന്ത്യ ഇല്ലേ?
ഇന്ത്യയുടെ ഫ്ലാഗ് അവിടെ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. അതാണ് എനിക്ക് പറഞ്ഞ ഇസ്രായേൽ ഉള്ളതുകൊണ്ടാണ് ഫ്ലാഗ് ഉള്ളത്. അപ്പൊ ഇന്ത്യ ഇല്ലേ? എനിക്ക് ഫ്ലാഗ് ഉള്ളത് വെക്കുന്നതിന് എന്താ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചതെന്തും എനിക്ക് തോന്നും പോലെ ഉപയോഗിക്കാം. ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. There are supporters for Israel and Palestine. അത് അങ്ങനെ നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ഒക്ടോബർ 7 സംഭവിച്ച ആ തീവ്രവാദ ആക്രമണം അത് നമുക്ക് അതിനെ അനുകൂലിക്കാൻ കഴിയില്ല. നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ? അല്ല, അതിന്റെ മുമ്പത്തൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല? എന്താണ്ടായ പറയും. ഡീഹ്യൂമനൈസേഷൻ എന്താണ്ടായെന്ന് പറയും. എന്ന് മുതൽ ഇവരെ ഒരു ഇസ്രായേൽ ആരംഭിച്ച ഒരു യുദ്ധത്തിന്റെ പേര് പറയും. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ആരംഭിച്ച യുദ്ധമല്ല, ഒരു യുദ്ധത്തിന്റെ പേര് പറയും. ഓപ്പറേഷൻ ആണ് സർ. ഓപ്പറേഷൻ ഓപ്പറേഷൻ 2023 ഗാസ ആരാ ഭരിച്ചോണ്ടിരുന്നത്? They didn't have any army. No army, no police, ആർമി nothing. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് Everything was നോക്കട്ടെ. controlled by ഗാസ Israel. ആരാ ഭരിച്ചോണ്ടിരുന്നെന്ന് പറയൂ. പോരട്ടെ 2023 ഒക്ടോബർ 6 വരെ ഗാസ ആരാണ് ഭരിച്ചോണ്ടിരുന്നത്? Sorry, Palestine had no statehood. പാലസ്തീന്റെ കാര്യം വിടും, ഞാൻ ഗാസയുടെ കാര്യം ചോദിക്കണം. ഗാസ ആരാ ഭരിച്ചോണ്ടിരുന്നെന്ന് പറയൂ. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. ആരാണ് പറയൂ. അല്ല, എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ പറഞ്ഞ. അതും അറിയില്ലേ? ഇതൊന്നും അറിയാതെയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ കിടന്നിട്ട് ഈ നിലവിളിക്കണേ. It was not a recognized state. ആരാ ഭരിച്ചോണ്ടിരുന്നെന്ന് ചോദിക്കും. നിങ്ങൾ എന്തിനീ വെറുതെ ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്തിനാണ്? ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് ഓട്. വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഗമേൽ തട്ടി മൂളിക്കണം. ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയും. ആരാ ഭരിച്ചോണ്ടിരുന്നെന്ന് പറയും. ആരാ ഭരിച്ചെന്ന് പറയൂ. നിങ്ങൾക്ക് അറിയില്ല. അറിയില്ല. അറിയാതെയാണോ നിങ്ങൾ ഓപ്പറേഷൻ ആയിരുന്നു കിടന്ന് പറഞ്ഞോണ്ടിരുന്നത്? അതാ ഞാൻ ചോദിക്കണേ. പട്ടി ബിസ്ക്കറ്റോ? വെറുതെ അല്ല പെണ്ണ് കുറയ്ക്കണത്. ഹമാസ് ആണ് അവിടെ ഭരിച്ചോണ്ടിരുന്നത്. അത് നിങ്ങൾക്ക് അറിയാമായിരുന്നു? അറിയാമായിരുന്നോ? അവരെങ്ങനെയാണ് ഭരണത്തിൽ വന്നത് അത് പറയൂ. എങ്ങനെയാണ് അവർ ഭരണത്തിൽ വന്നതെന്ന് പറയൂ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇതാണ് ഗാസ. ഈ ഹമാസ് ഈ പറയുന്ന ഗാസക്കാർക്ക് വിട്ടുകൊടുത്തത് ഇസ്രായേലാണ്. അത് നിങ്ങൾക്ക് അറിയോ? ഒരു മണ്ണാങ്കട്ട ഇല്ലാതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ. പോയി ചരിത്രം പറയും. നിങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടയും ചരിത്രം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസ് ആണെന്ന് പോലും അറിയാത്ത ഒരു മണ്ടിയാണ് നിങ്ങൾ. ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താന്ന് പറയും. ആദ്യത്തെ പാരഗ്രാഫില് നിങ്ങൾ പറയൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഹമാസിന്റെ ചാർട്ടറിൽ ആദ്യത്തെ സെന്റൻസ് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. കലക്കൊന്ന് പറഞ്ഞതാ. അയ്യോ, ഇത്രയൊന്നും എനിക്ക് അത്ര പറഞ്ഞൂടാ സാർ. നിങ്ങൾ എന്നിട്ടാണോ എന്നോട് വന്ന് ചരിത്രം പറയാൻ പഠിക്കുന്നത്? അത് നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഭർത്താവിനോട് ഇക്കാക്കാനോട് പറഞ്ഞാൽ മതി. ഓക്കെ, ആ പരിപ്പ് ഇവിടെ എടുക്കണ്ട. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ. ശരി, അത് പോയി പഠിക്കേ. ഹമാസിന്റെ ചാർട്ടർ ഒരു 10 തവണ വായിച്ചിട്ട് എന്നെ വിളിക്കും. ഓക്കെ. പാലസ്തീനിയൻ കോസ് എന്ന് പറയുന്ന സാധനത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് ജിഹാദാണ്, യുദ്ധമാണ്. ജൂതന്മാരെ ഉന്മൂലനം ചെയ്യണം. ലോക അവസാനം വരേക്കും ഓരോ ജൂതനെ കൊന്നു തള്ളണം. ഇത് എവിടെ എഴുതി വെച്ചിരിക്കണെന്ന് പറയൂ. Somebody created a charter and you Somebody created അല്ല, ഹമാസ് എഴുതി വെച്ച കാര്യ പറയണത്. ഒരു തൊഴിൽ തന്നാലുണ്ടല്ലോ നിന്റെ കാഞ്ഞകാട്ട വീട്ടിൽ നടക്കും. ഹമാസ് ആരാ പറയാ? അപ്പൊ റെബൽ നിങ്ങൾ ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? റെബലിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ പറഞ്ഞ സാധനം ഹദീസിൽ എഴുതി വെച്ച സാധന. അതോ നിങ്ങൾ പോയി വായിക്കും. നിങ്ങൾക്ക് ഹദീസും അറിയില്ല, ഒരു മണ്ണാങ്കട്ട അറിയില്ല. പോയി പഠിക്കാൻ. എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കുക. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.